കുറേ പൈസയും കാര്യമുണ്ടല്ലോ. ഇത് ആരെ ഇത് പേഴ്സ്? ഫോൺ നമ്പറിൽ കാണുന്നുണ്ടല്ലോ. കൊടുക്കുക, ദൂരം വിളിച്ച് കൊടുക്കുക. ഇത്രക്കാരൻ പൈസ ഉറങ്ങി കൊടുക്കുമ്പോൾ എന്തെങ്കിലും തരാതിരിക്കില്ല. എന്തായാലും റമീസ് 200 രൂപ കൊടുക്കാണ്ട് ഓന് 2 വർത്താൻ പറഞ്ഞു. ഈ പേഴ്സും പൈസയും കൊടുത്താൽ എന്തായാലും എനിക്ക് അയാൾ എന്തായാലും ഒരു പൈസ എന്തായാലും തരാണ്ടിക്കൂല. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം റഹ്മത്തുള്ളാഹി വബറകാതുഹു. ബോസേ പറഞ്ഞോ. നിങ്ങളെ ഒരു പേഴ്സിന്റെ ഒരു വീണിട്ട് നിങ്ങളല്ലേ? നിങ്ങളെ പേരെന്താ? അത് നിങ്ങളെ കയ്യിലുണ്ടോ? എന്റെ കയ്യിലുണ്ട്. ഇപ്പോൾ വീണിട്ട് വീണിട്ട് ഞാൻ മൊത്തം പേരുത്തുന്നുള്ളത് നിങ്ങളുടെ ഉള്ളത്. ഇപ്പൊ ഞാൻ ഇപ്പൊ വേറെ സബ്കയിലുണ്ട്. സബ്ക അബ്രാജ് ബിൽഡിംഗ് അറിയാം നിങ്ങൾക്ക്? അറിയാം. അബ്രാജിന്റെ ഉള്ളിൽ റെസ്റ്റോറന്റിന്റെ അവിടെ വരാം. അതെ, അവിടെ വരുമോ? ഓക്കെ, ഞാൻ ഇത് ഇപ്പറ്റി ഞാൻ അടുത്ത് തന്നെ ഉണ്ട്. ഞാൻ അതിന്റെ ബാക്കിൽ ഓടുന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, വന്നോളൂ. ഓക്കെ, ഞാൻ ഇപ്പറ്റി. ഞാൻ റമീസിനെ വിളിക്കട്ടെ. അവനക്ക് 200 രൂപ കൊടുക്കേണ്ട ഒരു കുറേ ഫോൺ വിളിച്ചു കൊടുക്കുന്നു കള സൈത്താൻ. അസ്സലാമു അലൈക്കും റമീസേ. ഈ കുറേ ദിവസമായി ഒരു 200 രൂപ വാങ്ങിനി ആളെ മുന്നെല്ലാം കുറവാക്കല് ഇൻസൾട്ട് ആക്കലൊക്കെ. ഓക്കെ, പിന്നെ ഇതിൻ്റെ 200 വേണ്ട 500 വേണ്ട പൈസ എനിക്ക് തരാം. ഓക്കെ, ലോട്ടറി അടിച്ചൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ലോട്ടറി അടിച്ച് നോക്കേണ്ട ആവശ്യമില്ല. 200 രൂപ വാങ്ങി എനിക്ക് ചങ്ങായിമാരുടെ ബന്ധമില്ല. ഇപ്പോൾ പഴയ സ്നേഹമില്ല. എൻ്റെ 200 മുത്തിക്കാൻ വിളിച്ചെടുത്തേ. ഓക്കെ. നിങ്ങളെ പേരല്ലേ? ജമാലല്ലേ? പേര് എന്തോ തലക്കടി ആയിട്ടുണ്ടായി, അങ്ങനെ വീണ് പോയതാണ്. അതെയാ? നിങ്ങൾക്ക് കിട്ടിയ ഭയങ്കര കൊണ്ടായി. വേറെ ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ പേഴ്സ് ഇങ്ങനെയെല്ലാം കിട്ടിയ നമ്മള് ഇങ്ങനെയുള്ള കണ്ടകൾ ആർക്കും എന്തോ കുടിക്കാം. ജ്യൂസ് ജ്യൂസ് എന്നൊക്കെ ചായൊന്നും വേണ്ട, കുടിക്കാനൊന്നും വേണ്ട. എന്നെ നോക്കോ, കറക്റ്റ് നോക്കോ, പൈസ ഉണ്ടോ കറക്റ്റ് നോക്കോ. എന്റെ ഉള്ളിലുണ്ടായ പൈസ അതിലർത്ഥനുണ്ട്. ഓർത്തില്ലല്ലോ. ഇന്നുണ്ട്. ഉണ്ട്. ഓക്കെ, വേറെ കാർഡെല്ലാം ഉണ്ടല്ലോ. കാർഡിൽ നോക്കോ, ശരിക്കും നോക്കോ. എല്ലാം ഉണ്ട്. ചളിയെല്ലാം ആക്കിയത്. ചളിയല്ല, അത് നിങ്ങളെ പേഴ്സിന്റെ കോലം അങ്ങനത്തെ. വാ, ഏതെങ്കിലും ഒരു ചായ ജ്യൂസ് എല്ലാം കുടിക്കാവാ. ചായ വേണമെന്നില്ല. ബാബാ, ഒരു ബ്ലാക്ക് ടീ, ഒരു സുലൈമാനി, പിന്നെ കടി എന്താന്നുള്ളത്? നെയ്യപ്പം. 2 നെയ്യപ്പം. അല്ല, തിന്നോ. വേണ്ട, നെയ്യപ്പം തിന്നോ. ചായ കുടിച്ചോ. പൊതിന ഇട്ട നല്ല സുലൈമാനിയാണ്. അതിൽ കൊറേ പൈസ ഉണ്ടായിരുന്നു പേഴ്സിൽ. കൊറേ പൈസ ഉണ്ടായി. ഞാൻ കാർഡെല്ലാം എൻ്റെ ഇതിൻ്റെ റിയൽ എസ്റ്റേറ്റിൻ്റെ പൈസ എല്ലാം ഇല്ലാന്നുള്ളത്. ഇല്ല, കേൾച്ച് നമ്മളെപ്പോ നമ്പറൊക്കെ നല്ല കാര്യം കേട്ടോ. നമ്മൾ എന്നെ പോലത്തെ അങ്ങ് നമ്പറില്ല, അതുകൊണ്ടാണ് പറയാം. ഞങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിയുണ്ട്. അതുകൊണ്ടല്ല നമ്പറെല്ലാം ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചത്. ഏത് സമയത്ത് വീണാൽ ഞങ്ങൾക്കറി വിളിച്ച് തരുന്നില്ല. ചില തരാതിരിക്കില്ലേ? തരാതിരിക്കുന്നില്ല. അല്ല, നിങ്ങൾ അറിയില്ലല്ലോ, ആളറിയില്ലല്ലോ പൈസ കിട്ടാ. ഇവിടെ എല്ലാ ക്യാമറ ഉണ്ട്. ഞാൻ അത് അന്വേഷണത്തിന് സമയത്ത് നിങ്ങൾ കാണാത്ത സ്ഥലത്താണെങ്കിലും ആരും കംപ്ലൈന്റ് ആക്കാൻ പോയി. കംപ്ലൈന്റ് ആക്കിയെങ്കിൽ ഇങ്ങനെ പുള്ളിയാക്കി. ഞാൻ കംപ്ലൈന്റ് ആക്കാൻ പോയി. നിങ്ങളെ പേഴ്സ് കിട്ടിയല്ലോ, ഇനി പിന്നെ കംപ്ലൈന്റ് ആക്കുന്ന ആക്കുന്നില്ല. ഞങ്ങൾക്ക് തന്നിട്ടെങ്കിൽ എനിക്ക് വിവരം അറിയട്ടി. അല്ല, അങ്ങനെയല്ല, നിങ്ങൾ കിട്ടിയല്ലോ, ഇനി കംപ്ലൈന്റ് ആക്കണ്ടില്ലല്ലോ. ഇനി ആക്കുന്നില്ല. നീ തന്നില്ല എന്ന് പറഞ്ഞില്ല. തന്നില്ലെങ്കിൽ ഞാൻ കംപ്ലൈന്റ് ആക്കട്ടെ. നീ വിളിയാട്ടി. കിട്ടിയെടുത്ത് നല്ല പേഴ്സ് എടുക്കല പെറുക്കിയിട്ട്. ആരെന്റെ പേഴ്സ് അല്ലേ? ഞാൻ പേഴ്സ് കൊണ്ടുപോയിട്ടില്ലല്ലോ ബോസ്. നിങ്ങൾക്ക് തന്നില്ല, തിരിച്ചു തന്നില്ലേ? ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തന്നില്ലേ? ഞാൻ കൊണ്ടുപോയിട്ടൊന്നുമില്ലല്ലോ. തന്നു, ഞാൻ പറഞ്ഞത്. നീ പറഞ്ഞില്ലേ വേറെ ആണെങ്കിൽ തെറ്റില്ലായിരുന്നു. അതിന് ഞാനുള്ള ഉത്തരം പറഞ്ഞതാണ്. നമുക്കെല്ലാം സെൻസ് ഉണ്ട്, സെൻസ്. അല്ല, നിങ്ങൾ പറഞ്ഞ് വീട് കിട്ടി എടുക്കുക. നമ്മൾ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി. ഞാൻ പേഴ്സ് തളത്തിന് വെച്ച് നിങ്ങൾക്ക് പൈസ എല്ലാം കംപ്ലീറ്റ് ആക്കുന്നില്ലേ? എന്തിനീ ആരാൻ്റെ സാധനം വീണ് കിട്ടിയാൽ അതിനെ നോക്കിയിട്ട് എടുക്കാൻ പോകുന്നത്? ആ കടന്നു വന്നില്ല. ഞാൻ പോയ വയ്യെല്ലാം ഞാൻ പെരുത്തിയാൽ എനിക്ക് തന്നെ കിട്ടും. വെറുതെ അതിനെടുത്തിട്ട് വലിയ ഇതാകാൻ പോകുന്നു. നമുക്കിപ്പോൾ പണിയുണ്ട്. അതിനില്ല, പാർസൽ വാങ്ങിച്ചിട്ട് ഞാൻ പോന്നു. എന്നെ വെയിറ്റ് ചെയ്തിട്ട് എൻ്റെ സ്റ്റാഫെല്ലാം അവിടെ വെയിറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിടുന്നു. എനിക്ക് മതി. ഞാൻ ഇതിനൊന്ന് പാർസൽ വന്നോട്ടെ. ആര്? ഏത് ബില്ല? ബില്ല് നീ കൊടുക്ക്. നിന്റെ അടുത്തേക്ക് ഞാൻ വന്നതല്ല. എൻ്റെ സ്ഥലത്തേക്ക് നീ വാ. നിനക്ക് ഞാൻ ജ്യൂസ് ഫുഡ് എല്ലാം കേൾക്കാം. ഇപ്പം നിന്റെ ഗസ്റ്റായിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ നീ കൊടുക്ക്.
ഞാൻ ഇതിനൊന്ന് പാർസലാക്കി ചുറ്റുപെടുന്നു. ഓക്കെ, കുറേ സംസാരിക്കാൻ വയ്യില്ല. ഓക്കെ.